നമ്മളെന്താ വെച്ചാല് നമ്മളെ ഹോമിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാല് നമ്മള് സ്ട്രക്ചർ മാത്രമേ ഉള്ളൂ നമ്മൾ എന്ത് ചെയ്തിട്ട് ബാക്കി അവിടെ നിന്ന് അങ്ങോട്ടുള്ള സംഭവങ്ങളൊക്കെ കൂടുതൽ നമുക്ക് ആ ഒരു സമയത്ത് നമ്മളെ ഒരു ശരിക്കും അല്ലേ ഈ ഒരു വീട് എത്ര സ്ക്വയർ ഫീറ്റ് കാണും? ഇത് എത്ര 2200 അല്ലേ? വേദിയിൽ അല്പസമയത്തിനകം ആതിര അവതരിപ്പിക്കുന്ന രക്ഷിക്കാൻ വേണ്ടിട്ട് വരേണ്ടതാണ്. അതിനെനിക്ക് ഒരാളോട് ചോദിക്കണം, കാരണം എന്റെ ഭാര്യക്ക് അതൊന്നും ഇഷ്ടമില്ല. ആതിരക്ക് ഇതില്ല, സ്റ്റെബിലിറ്റി ഇല്ല. രക്ഷിക്കാൻ പോയത് ഞാൻ ആതിരനെ കണ്ടപ്പോ അവിടെ കൂടി തിരിച്ചു വരുന്നില്ല. പ്രഷറാണ് എനിക്ക്. നെഗറ്റീവ് ഇല്ലാത്ത ഫാമിലി ആയിട്ട് ഞങ്ങളുടെ ഗൈസ്. പിന്നെ ഇതിന്റെ ഒരു ഹൈലൈറ്റ് പറഞ്ഞാല് ഇതിങ്ങനെ തുറക്കാനൊക്കെ പറ്റുമോ? ഞങ്ങളെ പൈസ ഇതൊക്കെ ഇവിടെയാണ്. വലിയ മാറ്റിട്ടോ ഞങ്ങള് കള്ളന്മാരെ ഇനി കണ്ടുകൊണ്ട് വരാൻ അതെ അതൊന്നും കാണിച്ചു കൊടുക്കല്ലേ. കുറെ ആളുകൾ ചോദിക്കാറുണ്ട് നമ്മുടെ കിച്ചണിൽ ഏത് കൗണ്ടർ ടോപ്പാണ് ഉപയോഗിച്ചത്, എന്താണ് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് തന്നെ ഞങ്ങളെ പറഞ്ഞു കൊടുക്കലില്ല. കാരണം എനിക്ക് എല്ലാരും ഒരേപോലെ ആക്കണം എനിക്ക് ഇഷ്ടമല്ല. ഞാൻ താജ്മഹലൊക്കെ ഉണ്ടാക്കി അങ്ങനെയൊക്കെ ഇതാ. ഞാൻ ഇവിടുത്തെ പണിക്കാരൊക്കെ കയ്യും കാലം ഓടിച്ചിരിക്കണല്ലോ. അതായത് ഞാൻ മറ്റേ ടൈപ്പാണ്. ഇത് മൊത്തം ഡയമണ്ട് ആണോ? ഡയമണ്ട് അല്ല, അതൊരു ടൈപ്പ് ക്രിസ്റ്റൽ ആണത്. ഡയമണ്ടും അല്ല, അതുക്കും കറങ്ങല് നിന്നു. എന്നോട് ഈ വാച്ച് ലോക്കലാണ്, ഡ്യൂപ്ലിക്കേറ്റ് ആണ്, ഫ്ലിപ്കാർട്ട് ആണ്, മീഷോ ആണെന്ന് വരെ പറഞ്ഞു. പിന്നെ എനിക്ക് ഭയങ്കര സങ്കടമാണ് അങ്ങനെയൊക്കെ ചോദിക്കുമ്പോ. സമൂസയൊക്കെ പോലെ അല്ലേ? നമ്മള് റയർ ആയിട്ട് സംഭവം ഉണ്ടോ പറഞ്ഞുണ്ടാക്കിയിട്ട് വണ്ടി ചെന്നാണ് ഇങ്ങനത്തെ വേണം പറഞ്ഞ കിട്ടൂല. ഒരു നമ്പർ ചോദിക്കുവാണെങ്കിൽ എത്ര ലൈറ്റുകൾ ഉണ്ടാവും? ധൈര്യമായിട്ട് നമ്പർ പറഞ്ഞപ്പോ ഒരു ഒന്നും എണ്ണിയൊക്കെ ഒന്നുമില്ലല്ലോ. ഇത് ഞാൻ വെക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജാണ്. അതായത് ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ കിടക്കുക, ഓളോടി ഞാൻ അവിടെയും. അപ്പൊ ഞങ്ങൾ അടുത്താലേ ഇതൊരു മരമായിട്ടൊരു ശക്തിയായിട്ട് മാറുള്ളൂ. നമ്മളൊരു മരമല്ല അങ്ങനെ കിടന്നാൽ ആ ഓളോട് ചോദിക്കും ഞാന് എങ്ങനത്തെ നിനക്ക് വേണ്ടേ, ഓളോളെ പറയും. എന്നിട്ട് അത് അവിടെ മാറ്റിയേക്കും. കാരണം ഓളെ ഇഷ്ടത്തിന് വീട് വെക്കാനാണ് ഞാൻ പൈസ കൊടുത്ത്. ഞാനാണ് ഇവിടെ എല്ലാം ഉണ്ടാക്കല്. ഇത് അൽഫാമൊക്കെ ഉണ്ടാക്കാം. തുറക്കണ്ട, ചിക്കൻ ചുടാനൊക്കെ പറ്റും കനലൊക്കെ വെച്ചിട്ട്. നമ്മളെ കേരളത്തിൽ ആദ്യമായി തലയിൽ തീയിട്ട് മുടി മുറിച്ച യുവാവാണ് ഞാൻ. ഇത് നമ്മളൊരു പച്ചപ്പിനെ സ്നേഹിക്കുന്ന ആളാണ്. ഇതൊക്കെ മഞ്ഞായി പോയി. ലേറ്റ് ആയി വന്നതിൽ വീണ്ടും ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. നല്ല രീതിയിൽ തന്നെ എനിക്കില്ല കെട്ടിപ്പിടിക്കാം. ഇങ്ങനൊരു വീട് ആരാണ് ആഗ്രഹിക്കാത്തത്? ബേറ്റ് ഹോംസ് ഫോർ കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. ഇരിക്കാറില്ല. ഇത് നമുക്ക് ഒപ്പിരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ പറഞ്ഞ് വാങ്ങിയതാണ്, വെച്ചതാണ്. പക്ഷെ ഇതും ഇരിക്കുമ്പോത്തിന് മക്കള് വരും. അത് ഞങ്ങൾ നീച്ചു പോകും. പ്രണയ നിമിഷങ്ങൾ കുറവാണ്. കാരണം ഈ കുട്ടികളൊക്കെ പാടെ അലമ്പാക്കിട്ട് അതാണ്. അതായത് ഇവരിങ്ങനെ റൊമാൻറ്റിക് മൂഡിലൊക്കെ എത്തി ഊഞ്ഞാലിലൊക്കെ കയറിയിരിക്കുമ്പോഴാണ് ചുറ്റിനും പിള്ളേർ ഇത് ശരിക്കും ഇങ്ങനെ ആടുമ്പോഴാണ് ഇതിന്റെ ആ ഒരു വൈബ് കിട്ടുള്ളൂ. ഇവരിത് ഇങ്ങനെയൊക്കെ ചുമരൊക്കെ തട്ടിയാണ്ട്. അതേപോലെ ഈ സംഭവമൊക്കെ പൊട്ടിയത് ഇവരെ ക്ലോസിലാട്ടിട്ടാണ്. അപ്പൊ നമുക്ക് ആ ഒരു റൊമാൻറ്റിക് മൂഡൊക്കെ നഷ്ടപ്പെടുകയാണ്. അതാണ് ഇവരുടെ ഒരു വിഷമം. ഇവർക്ക് ഈ ഒരു ഇങ്ങനെ ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇവർക്ക് ഇത് വേണ്ട വിധത്തിൽ ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഇത് ഇവിടെയും ഒരു ലൈറ്റ് ഉണ്ട്. ഇങ്ങനത്തെ വേറെ ആയിട്ടും ഉണ്ടാവില്ല. സംഭവമാണ്. അതായത് ഇങ്ങനത്തെ
സാധനല്ലേ ചെലവാകാതെ പോയി അത് ഞങ്ങളെന്റെ അടുത്ത് 5 വർഷത്തെ പാക്കുള്ള സാധനം ചെലവാകാതെ കമ്പനി നിർത്തി നമ്മളടുത്ത് എന്നിട്ട് പോയി ഞങ്ങൾക്ക് തന്നു. വീഡിയോ എടുക്കാൻ പോയപ്പോ ഇതിന് കൊണ്ടുപോയിക്കോ. ഫ്രീ ആയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്താണെങ്കിലും ഇവിടെ ഇരുന്ന് പോകുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് നമ്മളടുത്ത് കൊണ്ടു. കാരണം ഇതിന്റെ കമ്പനി നിർത്തി. നിർത്തലാക്കിയിരിക്കുന്ന ലൈറ്റാണ് ഇത്. ഫ്രീ ആയിട്ട് കിട്ടിയ ലൈറ്റ് അങ്ങനെ പറയുന്നത്. പ്രൊമോഷൻ. അപ്പൊ നമുക്ക് ഇനി ബാക്കി ഡൈനിങ് ഏരിയയും കൂടെ കണ്ടാലോ? ആ സൈഡിലേക്ക് പോയാലോ? ഇതെന്താ അൻഷിഫക്ക കസേര ഇല്ലാത്ത ഡൈനിങ് ടേബിള്? ഇതിന് ചെയർ, ഇതിന്റെ ഹൈഡ് ചെയ്ത് വെക്കണ ചെയറാണ് ഇതിലുള്ളത്. കണ്ടില്ലേ? ഇതിൽ നമ്മൾ വളരെ സ്പേസ് കുറവായി ഒരു കൺജസ്റ്റഡ് ഏരിയ ആയിട്ട് മാറാതിരിക്കാൻ വേണ്ടിയിട്ട് കുറഞ്ഞ സ്പേസിൽ നമുക്ക് ആവശ്യമുള്ളപ്പോ മാത്രം ഇത് പുറത്തേക്ക് എടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് അറിയേയില്ല ഇവിടെ ചെയർ ഇല്ലെന്ന്. അതുപോലെ ഇതിന്റെ ഷേപ്പ് നോക്കിയാലും ക്രിസ്മസിനൊക്കെ നമ്മള് കേക്ക് കട്ട് ചെയ്യുന്ന സമൂസയൊക്കെ പോലെ കട്ട് ചെയ്തിട്ട് ഇത് നമ്മള് റയർ ആയിട്ട് സംഭവം ഉണ്ടോ പറഞ്ഞുണ്ടാക്കിക്കണാണ്. ഇവിടെ മാത്രമേ ഉള്ളൂ. ഇതിന് വണ്ടി ചെന്നാണ് ഇങ്ങനത്തെ വേണം പറഞ്ഞ കിട്ടൂല. ഇല്ല, കിട്ടൂല. ഇത് ഇവിടെ മാത്രമേ ഉള്ളൂ. അതെ, ഇതില് നമുക്ക് ഇതില് 6 ചെയർ ഉണ്ട് എന്നുള്ളത് നമ്മള് ഇത് വിടർത്തി വെച്ചാൽ മാത്രമേ ഇത് അറിയുള്ളൂ അല്ലെ. ഇത് നമ്മള് ചെയർ നല്ല ഏരിയ പോവും. ശരിക്കും ഇങ്ങനെ വലിയൊരു ടേബിള് ഒരു 6 ആള് നിന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു ടേബിള് നമ്മളെ ഹാളിൽ വന്നു കഴിഞ്ഞാല് നല്ല സ്പേസ് പോവും. അപ്പൊ ആ സ്പേസിനെ നമ്മൾ എന്ത് ചെയ്തു, വളരെ കുറഞ്ഞൊരു സ്പേസിലേക്ക് നമ്മുടെ സംഭവം നടക്കും വേണം. ആവശ്യം കഴിഞ്ഞാല് ഈ സംഭവം ഇതിനുള്ളിലേക്ക് ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റും. ഇത് ഇവിടെ പൊട്ടിയിട്ടുണ്ട് ചെറുതായിട്ട്. അത് ഇവിടെ ഇന്നൊരു ഇതുകൊണ്ടൊരു അടിച്ചതാ. ഞാൻ മാറി. അത് അന്ന് ഞങ്ങള് ഭയങ്കര കച്ചറയില്ലേ സ്റ്റാർട്ടിങ്ങിൽ. ഇവിടെ പുതിയ വീട്ടിൽ വന്ന സമയത്ത് പിന്നെ അവിടുന്ന് തറവാട്ടിലാവുമ്പോ തടുക്കാനും ഉമ്മയിപ്പൊക്കെ ഉണ്ടാവും. ഇവിടെ ഇവിടെ തടുത്ത് വെച്ചില്ല. എന്തോ കിട്ടി. ഞാൻ ഒരു മൈനൗട്ട് പോയിന്റിലാണ് ഞാൻ രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ ഇന്റർവ്യൂ എടുക്കാൻ ഞാൻ ഉണ്ടാവില്ല. ആ ജഡിയാണ് ഓൾ അടിച്ച്. എന്താ സംഭവിച്ചത്? എന്തായിരുന്നു അടി? അത് ഫുള്ള് പറയണ്ട. ചെറുതായിട്ട് പറഞ്ഞു. എന്റെ വില പോവും. അതെ, എന്നെ കൊണ്ട് പറയണില്ല എന്നൊക്കെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു സിമ്പിൾ ആണ്. സ്മാരകമാണ്. അതെ, സ്മാരകമാണ് ശരിക്കും. അല്ലേ, ഈ ഒരു വീട് എത്ര സ്ക്വയർ ഫീറ്റ് കാണും? ഇത് എത്ര 2200 അല്ലേ? 170. 2170. 2170 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും അട്രാക്റ്റീവ് ലൈറ്റുകളാണ്. ഞാൻ പറഞ്ഞ പോലെ കുറേ ലൈറ്റുകൾ ഉണ്ട്. അതെ, ഒരു നമ്പർ ചോദിക്കുവാണെങ്കിൽ എത്ര ലൈറ്റുകൾ ഉണ്ടാവും ഈ ഒരു വീട്ടിൽ? ലൈറ്റുകളുടെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും അത് പറയാതിരിക്കാൻ പറ്റില്ല. നമ്പർ പറഞ്ഞു പേര് ഇത് ഒന്നും എണ്ണിയൊക്കെ ഒന്നുമില്ലല്ലോ. 133. ഞാൻ അതിൽ കൂടുതൽ പ്രതീക്ഷിച്ചു. 133 ലൈറ്റുകളാണ്. ഇതിൽ തന്നെ ഉണ്ട് 19 ലൈറ്റ്. ഇതൊന്നും എണ്ണാൻ ഞാൻ നിൽക്കുന്നില്ലല്ലോ എന്നുള്ള ധൈര്യത്തിൽ പറയുകയാണ്. ഇത് തന്നെ ഉണ്ടല്ലോ അനുഷ്ഠിപ്പോ ഒരു 100 ലൈറ്റ്. ഞാൻ പിന്നെ എന്താ വെച്ചാല് അങ്ങനത്തെ ഇതിലൊന്നും ഞാൻ പൈസ നോക്കൂല. ലൈറ്റുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. കറണ്ട് ബില്ല് അടക്കാനൊരു മടി, ഫീസ് അടക്കം ഊരിക്കൊണ്ടുപോകും. അതായത് കറണ്ട് ബില്ല് അടക്കാൻ മടിയാണെങ്കിൽ ലൈറ്റുകൾ ഇഷ്ടമാണ്. ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോ ലൈറ്റ് ഇടാനും ഒക്കെ. അതുപോലെ തന്നെ ഈ ഒരു ഡൈനിങ് ടേബിളിന് എത്ര രൂപ വരും ഏകദേശം? നജ്മുദ്ദീന്റെ നമ്പർ ഉണ്ടടി, പ്രൊമോഷനാണ്. നമ്മളെന്താ വെച്ചാല് നമ്മളെ ഹോമിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാല് നമ്മള് സ്ട്രക്ചർ മാത്രമേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്തിട്ട് ബെറ്റർ ആയിട്ട് നമ്മളൊരു പേയ്മെന്റിൽ ചെയ്തിട്ട് സ്ട്രക്ചർ വരെ, ബാക്കി അവിടുന്ന് അങ്ങോട്ടുള്ള സംഭവങ്ങളൊക്കെ കൂടുതൽ നമുക്ക് ആ ഒരു സമയത്ത് നമ്മളങ്ങനെയാണല്ലോ. നമുക്കൊരു സംഭവത്തിനോട് അതിയായ ആഗ്രഹം വന്നപ്പോ നമുക്ക് വേണ്ടിട്ട് പ്രകൃതി ഓരോ സംഭവങ്ങൾ അങ്ങനെ ഒരുക്കി തന്നതാണ്. അതെ. ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. ഇതിന്റെയും
നമ്മള് ഹാളിൽ കണ്ട പോലെ ഒരു വാൾപേപ്പർ ആണ്. അതെ അതെ, അതുപോലെ തന്നെ ഇത് ഓഫ് വൈറ്റ് കളറാണ് മൊത്തത്തിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ചൂസ് ചെയ്തിരിക്കുന്നത്. അത് ആരുടെ ചോയ്സ് ആയിരുന്നു? അത് എന്റെ ചോയ്സ് തന്നെ. അതായത് ഫുൾ വൈറ്റ് ആയി കഴിഞ്ഞാല്, വൈറ്റ് ആണ് എനിക്ക് താല്പര്യം, സ്റ്റാൻഡേർഡ് വൈറ്റ് അല്ലേ. പക്ഷെ ഇവര് ഈ കുട്ടികളുടെ ഇടയിൽ നമുക്കൊരു വൈറ്റ് ഒരു റിസ്ക് ആണ്. ഓഫ് വൈറ്റ് ആകുമ്പോ പ്യുവർ വൈറ്റിനെക്കാട്ടിലും ഒന്നും കൂടി ബെറ്റർ ആണ് ഇവരുടെ ഇടയിൽ ഓഫ് വൈറ്റ്. അതെ, ഈ കുട്ടികൾ എല്ലാവരും ഉള്ളത് കൊണ്ടാണ് നമ്മളത് വൈറ്റ് മാറ്റി ഓഫ് വൈറ്റ് ആക്കിയത്. അതുപോലെ ഇവിടെ ഉള്ളൊരു പിക്ചർ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ മരം രണ്ടായിട്ട് ഇങ്ങനെ മുറിഞ്ഞു നിൽക്കുന്നൊരു. അതെ, ഇത് ഞാൻ വർക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് ആണ്. അതായത് ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ കിടക്കുക, ഓളോടി ഞാൻ അവിടെയും. അപ്പൊ ഞങ്ങൾ അടുത്താലേ ഇതൊരു മരമായിട്ടൊരു ശക്തിയായിട്ട് മാറുള്ളൂ. അതാണ് അതിനുള്ള മെസ്സേജ്. ഓ, അത് കൺവേ ചെയ്യാൻ വേണ്ടിട്ടാണ്. അതെ, നിങ്ങള് നമ്മളൊരു മരമല്ല അങ്ങനെ കടന്നാൽ. അതെ അതെ. അതുപോലെ തന്നെ ഈ കട്ടിൽ നോക്കുവാണെങ്കിൽ ഈ ബെഡ് നല്ല ഹൈറ്റ്. ഇത് കുറച്ച് ഹൈറ്റ് കൂടുതലാണ്. അതെ, അപ്പൊ അതെന്താ വെച്ചാല് ഇത് 2 ബെഡാണ്. ഒരു ബെഡ് ഉണ്ട് ഇതിന്റെ അടിയില്, പ്രമോഷൻ കിട്ടിയ. അത് ഇവിടെ ഞങ്ങള് നിലത്തിടാറാണ് ഉള്ളത്, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ബെഡ്. അപ്പൊ ഇവരെന്ത് ചെയ്യും, ഇവരിപ്പൊ നിങ്ങള് വരുമ്പോ ഞങ്ങളൊരു ഇതാണല്ലോ, ഒരു റിച്ച് ടൈപ്പ് സംഭവമാണല്ലോ. അപ്പൊ നിലത്തൊക്കെ ബെഡ് ഇട്ട മോശമല്ലേ, അതുകൊണ്ട് അപ്പൊ വേഗത മുകൾക്ക് കയറ്റി വെച്ചതാണ്. താഴെ കിടന്ന ബെഡ് ഞങ്ങള് വരുന്നത് പ്രമാണിച്ച് കയറ്റി വെച്ച് ഹൈറ്റ് കൂട്ടി. ഇത് ഡബിൾ ബെഡാണ്. ഇത് ഞാൻ ഓർത്തി നടുവേദനയൊക്കെ എടുക്കില്ലേ ഈ മരത്തിന്റെ വാൾപേപ്പർ ഒക്കെ വെച്ചിട്ട് ഡബിൾ ബെഡൊക്കെ ഇട്ട്. നെഗറ്റീവ് ഇല്ലാത്ത ഫാമിലി ആട്ടോ ഞങ്ങളുടെ ഗൈസ്. നിങ്ങളായിട്ട് നെഗറ്റീവ് അടിച്ച്. അതെ അതെ, ഇനി എന്നെ പറഞ്ഞാൽ മതി ഇതൊക്കെ. അതുപോലെ ഞാൻ വന്നപ്പോ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ഇവിടെ ഈ ജിബ്രൂന് മാത്രം എന്താ ഇങ്ങനത്തെ ഷർട്ട് കൊടുത്തത്, അവിടെ 2 പേരും ട്രെൻഡി ഷർട്ട് ഇട്ട് നിൽക്കും. അവര് 3 പേരും നല്ല രസമുള്ള ഷർട്ട് ആയിരുന്നു. നിങ്ങള് നേരം വൈകി ഉച്ചക്ക് വരാറിന്, പിന്നെ വൈകുന്നേരം ഉള്ള രാത്രിയായി. 3ാമത്തതാണിത്. കിട്ടിയതാണോ അല്ല ചോദിച്ചു മേടിച്ചതാ. അപ്പൊ നേരം വൈകിട്ട് ഗ്യാസ് കുട്ടികൾക്കൊക്കെ 3ാമത്തെ പ്രൊഫഷണൽ ഡ്രസ്. നമുക്ക് അടുത്ത റൂമിലേക്ക് വേഗം പോകാം. ഇങ്ങോട്ട് വരും. ജിബ്രാനോട് മറന്നോ, ഉപ്പ പഠിപ്പിക്കുന്നതാണോ? നമ്മളെ ഈ ബെഡിന്റെ ഒരു ഹൈലൈറ്റ് താഴത്തുണ്ടോ, ഇതേപോലെ നമ്മള് കൊളർക്കാതെ ചിലപ്പോ ഇറങ്ങിയാല് പടയറിഞ്ഞാടത് പോകും. കാരണം എത്ര ഹൈറ്റ് നമ്മൾ എന്ത് ചെയ്യണില്ല, കിടക്കുമ്പോ നമ്മക്ക് അറിയൂലല്ലോ. പിന്നെ ഞാൻ ഇടയ്ക്ക് ഉറക്കത്തിനൊക്കെ എണീക്കുമ്പോ ഫാനൊക്കെ തൊട്ടടുത്തൊക്കെ വന്നിട്ട് ഇറങ്ങണ പോലെ തോന്നും. അപ്പൊ ഇത് ബെഡ് ഹൈറ്റ് കൂടിയതാണ്. ഞാൻ വിചാരിക്കും പടച്ചത് എന്ത് സംഭവം. പിന്നെ ഇതിന്റെ ഒരു ഹൈലൈറ്റ് പറഞ്ഞാല് ഇതിങ്ങനെ തുറക്കാനൊക്കെ പറ്റുമോ. ഞങ്ങളെ പൈസ ഇതൊക്കെ ഇവിടെയാണ്. ഇനി മാറ്റിട്ടോ, ഞങ്ങള് കള്ളന്മാരെ ഇനി കണ്ടുകൊണ്ട് വരാൻ പൊക്കാൻ പറ്റുവേ. അയ്യോ, ഇതിന്റെ ഉള്ളിൽ നോക്കണ്ട, ഇതിന്റെ ഉള്ളിൽ ഭയങ്കരമായ സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്താണ് അത് ഞങ്ങളെ സിൽവർ ബട്ടൺ ആണ്. അതായത് പൊതുവെ എല്ലാരും സിൽവർ ബട്ടൺ ഒക്കെ ചുമരുമ്പോ പൊക്കിയിട്ട് ഞങ്ങൾ സിൽവർ ബട്ടൺ ഇതിനൊക്കെ ഉപയോഗിക്കുന്നത് ഗൈസ്. അങ്ങനെ നമ്മള് സിൽവർ ബട്ടൺ ഒക്കെ കട്ടിലിന് അടിയുന്ന തപ്പി എടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ തന്നെ വെക്കുവാണ് സിൽവർ ബട്ടൺ. പോവണ്ട, സൂം ചെയ്യണ്ടോ, എന്റെ ട്രൗസർ ഒക്കെ ഉണ്ട് അതിന്റെ ഉള്ളില്. അതെ അതെ, അധികം സൂം ചെയ്യണ്ട. പല സാധനങ്ങളും ഞങ്ങളുടെ രഹസ്യം അറിയാണ്ട് ഗൈസ്. ഇത് എന്താ വെച്ചാല് കള്ളന്മാര് വന്നാലും രാത്രി വന്നാലും ഞങ്ങൾ ഇതിന്റെ മേലെ ഉണ്ടാവും. ഇത് എടുക്കണമെങ്കിൽ ഞങ്ങളെ 2 ആളെയും പൊന്തിച്ചാണ്ട് താഴത്തേക്ക് ഇടണം, എന്നാലിത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ധൈര്യമായിട്ട് ഇത് കാണിച്ചു. അല്ല, കള്ളന്മാര് വന്നിട്ട് കാര്യമില്ല. ട്രൗസറാണ് മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ്. കുറെ ഡോക്യുമെന്റ്സ് ഒക്കെ അതെ, അതൊന്നും കാണിച്ചു കൊടുക്കല്ലേ. കൈ കൊടുക്കുള്ളൂ. അപ്പൊ നമ്മള് നമ്മുടെ രഹസ്യ അടച്ചു പൂട്ടി. അതുപോലെ തന്നെ എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യമുണ്ട്. ഇതിവിടെ നിന്ന് അഴിക്കാൻ ഒരു പ്ലാനും ഇല്ലേ? ഇത് നമ്മളെന്താ വെച്ചാല് കിട്ടും 6 മാസം കഴിഞ്ഞിട്ടാവുന്ന അഴിക്കണം എന്നുള്ള. കാരണം കുട്ടിന്റെ ആട്ടം 6 മാസം 1 വർഷമൊക്കെ കഴിയുമ്പോഴാണല്ലോ. അപ്പോഴേക്കും അവള് ഗർഭിണിയാവും, അടുത്തതാവും. അപ്പൊ ഞാൻ അതും കൂടി കഴിഞ്ഞിട്ട് അയക്കരുത്, അപ്പോഴേക്ക് പിന്നെയാവും. അതാ ഞാൻ ചോദിച്ചത്. അപ്പൊ ഇതിവിടെ പെർമനന്റ് ആയിട്ടുള്ള ഒരു തൊട്ടിലാണ്, സ്ഥിരം ഒരു തൊട്ടിൽ. ഇതിന്റെ ക്ലോത്ത് ഒന്ന് മാറ്റണമെന്നുണ്ട്, കളർ ഒന്ന് ചേഞ്ച് ആക്കണം. ഇത് ആദ്യത്തെ ബേബി തൊട്ടുള്ള. അതെ, ഇത് ഞങ്ങളുടെ സ്മാരക. ആദ്യത്തെ ബേബി തൊട്ടുള്ള ഊഞ്ഞാലല്ല തൊട്ട്. അതെ. അതുപോലെ ഒരു കാര്യം കൂടി ചോദിക്കാൻ മറന്നു, ഞാൻ ഇപ്പൊ ഓർത്തപ്പോഴാണ്. ഇതും അൻഷിഫയ്ക്ക് മാത്രമുള്ള വാച്ചാണോ? അതായത് ഞാൻ മറ്റേ ടൈപ്പാണ്, ഈ റയർ സംഭവങ്ങൾ ഒരുക്കൂട്ടിനെ
അങ്ങനത്തെ എന്താ പറയാ, ഇത് മൊത്തം ഡയമണ്ട് ആണോ? ഡയമണ്ട് അല്ല, ഇതൊരു ടൈപ്പ് ക്രിസ്റ്റൽ ആണത്. റയർ ഡയമണ്ടും അല്ല, അതുക്കും മേലെ കറങ്ങല് നിന്നു ഓടുന്നില്ല. അതല്ല, ഇത് ഇതിലാറൊക്കെ ഇറങ്ങി. അതെ, ഇങ്ങനെ നമ്മള് ഇങ്ങനെ പ്രസ് ചെയ്യണം അല്ലേ? ഇത് റോളക്സിന്റെ ഇതാണത്, കിരീടാണത്, കണ്ടില്ലേ? നമ്മുടെ വാച്ചുകളുടെ ചെയ്യുന്ന ഒരു മച്ചാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലുണ്ട്. അപ്പം ക്രോണോഗ്രാഫ് ഈ വീഡിയോ കാണണം, ഇതിനെ പറ്റി വീഡിയോ ചെയ്യണം. കുറെ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, എന്നോട് ഈ വാച്ച് ലോക്കലാണ്, ഡ്യൂപ്ലിക്കേറ്റ് ആണ്, ഫ്ലിപ്കാർട്ടാണ്, മീഷോ ആണെന്ന് വരെ പറഞ്ഞു. പിന്നെ എനിക്ക് ഭയങ്കര സങ്കടമാണ് അങ്ങനെയൊക്കെ ചോദിക്കുമ്പോ. കാരണം ഞാൻ സ്വിറ്റ്സർലൻഡിൽ നിന്ന് നമ്മളൊരു ഫ്രണ്ട് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണിത്. ഇത് മീഷോ ആണെന്ന് പറയുമ്പോ അത് നമ്മളെ മാനസികപരമായിട്ട് എത്രത്തോളം തളർത്തുന്നുണ്ട് എന്നുള്ളത് ഇതില് ഇടപെടണം. ആരെങ്കിലും വാച്ചിനെ കുറിച്ച് വിദ്യാഭ്യാസമുള്ള ആരെങ്കിലും ഇടപെട്ടിട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ഇത് ക്രിസ്റ്റലാണ്. എനിക്ക് ഇതുപോലെ വാച്ച് ഗിഫ്റ്റ് ചെയ്തേരെ. അത് ബുക്ക് ഒന്ന് കൊടുക്കും. അടുത്ത റൂമിലേക്ക് പോകാം. അടുത്ത് നമ്മൾ രണ്ടാമത്തെ റൂമിലേക്കാണ് പോകുന്നത്. അതെ അതെ, കിഡ്സ് ബെഡ്റൂം ആണ്. കിഡ്സിന്റെ റൂം. ഞാൻ അന്ന് ഇന്റർവ്യൂ എടുത്ത സമയത്ത് അൻഷിഫിക്കോട് ചോദിച്ചു വീട്ടിലൊരു നഴ്സറി തുടങ്ങാൻ താല്പര്യമുണ്ടോന്നൊക്കെ. അപ്പൊ പറഞ്ഞു നഴ്സറി തുടങ്ങാനായിട്ട് 7 പേരുണ്ടാവുമ്പോ ഒരു നഴ്സറി തുടങ്ങാന്ന് പ്ലാൻ ചെയ്ത് ഇപ്പൊ തന്നെ ഏകദേശം ഒക്കെ സെറ്റിങ്സ് ഇവിടെ നടന്നിട്ടുണ്ട്. അതെ അതെ, കിഡ്സിന്റെ ബെഡ്റൂം നമ്മൾ എന്ത് ചെയ്ത് പരമാവധി കുട്ടികൾ ഒരു റൂമില് ഇൻക്ലൂഡ് ചെയ്യിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഈ ഒരു സംഭവം ചെയ്തിട്ടുള്ളത്. അതായത് 3 പേർക്കും ഒരു പ്രൈവസി ഉണ്ടാവും ചെയ്യും. സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഒന്നുള്ളോട്ടോ കുട്ടികളെ അടങ്ങി കഴിച്ചാ അടങ്ങി നിക്ക്. ഇത് ഇവരുടെ ഏരിയയാണ്. ഇതിന്റെ വില പോവും. അതെ, കിഡ്സ് റൂമില് നമ്മള് മെയിൻ ആയിട്ട് കാര്യമില്ല. ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതൊക്കെ സ്റ്റോറേജ് ആയിട്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത്. എല്ലാ സ്റ്റെപ്പിലും ഇതിന്റെ ഈ സംഭവങ്ങളൊക്കെ സ്റ്റെപ്പുകളൊക്കെ ഇത് കംപ്ലീറ്റ് സെറ്റ് ആണ്. ഇവിടെ ടിപ്പു സുൽത്താന്റെ ലൈറ്റും ഉണ്ട്. ഇങ്ങനെ എല്ലാം കംപ്ലീറ്റ്ലി കിഡ്സിന് വേണ്ടി മാത്രം ഒരു ഏരിയ ആണ്. അപ്പൊ നമ്മൾ അടുത്ത് എങ്ങോട്ടാ പോകുന്നത്? അടുത്തത് നമ്മള് കിച്ചണിലോട്ട് പോവാം അല്ലെ. കുറെ ആളുകൾ ചോദിക്കാറുണ്ട് നമ്മുടെ കിച്ചണിൽ ഏത് കൗണ്ടർ ടോപ്പാണ് ഉപയോഗിച്ചത്, എന്താണ് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് തന്നെ നമ്മളത് പറഞ്ഞു കൊടുക്കലില്ല. കാരണം എനിക്ക് എല്ലാരും ഒരേപോലെ ആക്കണം എനിക്ക് ഇഷ്ടമല്ല. ഞാൻ താജ്മഹലൊക്കെ ഉണ്ടാക്കി അങ്ങനെയൊക്കെ ഒരു ഇതാ. ഞാൻ ഇവിടുത്തെ പണിക്കാരൊക്കെ കയ്യും കാലും ഓടിച്ചിക്കണല്ലോ, വേറെ ഉണ്ടായി കൊടുക്കാൻ. അപ്പൊ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പൊ ഞാനിവിടെ കിച്ചണില് കുഴപ്പമൊന്നുമില്ല, ഇവിടെ ഒന്നുമില്ല. ഇതാ ഒരു വിശാലമായ കിച്ചൺ. ആ ഓളോട് ചോദിക്കും ഞാന് എങ്ങനത്തെയാണ് എനിക്ക് വേണ്ടത്. ഓളോള് ഇത് പറയും, എന്നിട്ട് അത് അവർക്ക് മാറ്റി വെക്കും. കാരണം ഓളെ ഇഷ്ടത്തിന് വീട് വെക്കാനാ ഞാൻ പൈസ കൊടുത്താണ് ചെയ്യണ്. നമ്മൾ ഒരിക്കലും ഭാര്യമാരെ മെയിൻ ആക്കാൻ നിൽക്കരുത്. എന്നാലും അവരുടെ ഈ സ്പേസ് എന്നൊക്കെ പറഞ്ഞ ഇക്ക എങ്ങനെ കേറാറില്ല. അല്ലേ, അതല്ലേ എല്ലായിടത്തും അങ്ങനെയല്ലേ. പക്ഷെ ഇവിടെ ഞാനാണ് എല്ലാം ഉണ്ടാക്കല്. ഗൈസ്, ഞാനാണ് ഇവിടെ എല്ലാം ഉണ്ടാക്കല്. ഇവിടെ അടുക്കളയിൽ കയറി ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ അല്ലേ. അതാണ് ഇത് എങ്ങനെ ഇത്ര നീറ്റ് ആക്കി. ഇവിടെ ഒന്നും ഉണ്ടാക്കണില്ലല്ലോ. കേറാറില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇവിടെ കേറാറില്ല എന്ന് എനിക്ക് മനസ്സിലായി. നല്ല നീറ്റ് ആയിട്ട് കേറാറില്ല, ഒന്നും ഉണ്ടാക്കണില്ല. ആരും കേറാറില്ല. പുറത്തുനിന്ന് കൊണ്ടുവന്ന് തിന്നുന്ന ആളാണ്. ഉണ്ടാക്കിയ വൃത്തികേടാവൂലേ അടുപ്പൊക്കെ കിച്ചൺ. ആദ്യമായിട്ടാണ് ഒരു വീട്ടിലൊരു അടുക്കള അവർ ഉണ്ടാക്കുന്നു. അതിനുശേഷം അടുക്കളയിൽ ഒന്നും ഉണ്ടാക്കാറില്ല. കാരണം അടുക്കള കേട് വരും കരുതിയിട്ട് കൊട ചിലര് നനയും വിചാരിച്ചിട്ട് മഴ ചെയ്ത കൊട അടച്ചു വെക്കണ പോലെയാണ്. ഞാൻ ഏറ്റവും ബെറ്റർ കിച്ചൺ ആയിരിക്കണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു സംഭവം സെറ്റ് ആയി കൊടുത്തത്. അതായത് ബെറ്റർ കിച്ചൺ എന്ന് പറഞ്ഞാല് എന്റെ ഫിനാൻഷ്യലി എനിക്ക് പാകമാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു സംഭവം. പക്ഷെ അത് സിഐഡി മൂസിയില് ദിലീപിന് തോക്ക് കൊടുത്ത മാതിരി തോക്കൊക്കെ തരാശ വെടി വെക്കരുത് അറിയില്ല, അതേപോലെ ആയി. കിച്ചണൊക്കെ ഉണ്ട്, പക്ഷെ ഇവിടെ ഒന്നും ഉണ്ടാക്കില്ല. അപ്പൊ ഈ ഏരിയ ആണ് യൂസ് ചെയ്യാത്തത്. ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട്. ഇത് നമ്മുടെ അടുപ്പൊക്കെ വരുന്നത് കാരണം ഇവിടെ നമ്മള് മറ്റേ സ്റ്റവ് ആണല്ലോ. അപ്പൊ നമുക്ക് ഒരു വിറകടുപ്പ് എന്നുള്ള നിലക്ക് നമ്മള് സംഭവം ചെയ്തിട്ടുള്ളത്. ഇതിൽ അൽഫാമൊക്കെ ഉണ്ടാക്കാം. തുറക്കണ്ട, ചിക്കൻ ചുടാനൊക്കെ പറ്റും കനലൊക്കെ വെച്ചിട്ട്. അപ്പൊ ഇതില് മറ്റേ ഫ്രൈ ഉണ്ട്, ഉപയോഗിക്കാറില്ല തെളിവാണ്. മനസ്സിലായി. കാരണം ഇതിൽ ജീവനുള്ള ഒരു സാധനം പോയി ഉള്ളിലേക്ക് പോയത്. അത് വേറെന്തോ കുപ്പി എടുത്തിട്ട് ഇത് ആതിരക്ക് ഞങ്ങളുടെ വക
ഒരു ഇവിടെ കേറാറില്ല എന്ന് പറഞ്ഞ കണക്ക് നമ്മൾ തന്നെ ഇവിടെ നിന്ന് മുഴുവൻ കഴിക്കും. നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോയാലോ? സബ്സ്ക്രൈബേഴ്സ് കൊതി കൂടരുതാ, കൊതി കുറച്ചുള്ളൂ. അതെ. അപ്പൊ നമുക്ക് അടുത്ത റൂമിലേക്ക് പോയാലോ? അതെ, ഇനിയുള്ള റൂം മുകളിലാണ് guys. ഇത് ഇവിടെ ഇല്ലേ കൊറേ സ്പേസ് ഉണ്ട്. ഇവിടെ നിങ്ങളുടെ രണ്ടുപേരുടെ ഫോട്ടോസോ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? അത് വെക്കുക വെറുതെ എല്ലായിടത്തും വർക്കത്ത് കളയുന്നത്. അല്ല, നിങ്ങളുടെ ഫോട്ടോസ് ഞാൻ വീട്ടിൽ കണ്ടതേ ഇല്ല. ഞങ്ങള് ഫ്രെയിം ചെയ്ത ഫോട്ടോസ് എല്ലാം കട്ടിലിനടിയില വെച്ചത്. അതെന്താ വെച്ചാല് നമ്മളെ മതപരമായിട്ടുള്ളൊരു ഇത് നമുക്ക് ഇങ്ങനെ ഫോട്ടോസും ഫ്രെയിം ചെയ്യാൻ പാടില്ല. പക്ഷെ അങ്ങനെ നോക്കുമ്പോ ഇപ്പൊ യൂട്യൂബും ഇൻസ്റ്റഗ്രാം ഒന്നും പറ്റൂല, ഫോട്ടോ എടുക്കാനൊന്നും പറ്റൂല. നമ്മളിപ്പോ അത് വിചാരിച്ചിട്ടൊന്നുമല്ല, പക്ഷെ ഇവിടെ വരുന്ന ആളുകൾ ഞാൻ അത് കണ്ടിട്ട് ഒരു കമന്റ്സ് മോശം പറയണ്ടല്ലോ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ. പിന്നെ ഇവിടെ നമ്മൾ താഴെ കണ്ട അതേ വാൾപേപ്പർ കാര്യങ്ങൾ. പിന്നെ അതൊറ്റ ചുമരല്ലേ, പിന്നെ അങ്ങനെ തന്നെ അല്ലേ വരിക. ഇതിന് ഹൈറ്റ് കൂടുതലായിരുന്നു. ശരി, ഇതിന് സെപ്പറേഷൻ ഇല്ല. ഇത് എനിക്ക് തോന്നുന്നു ഒരു സ്ഥലത്തിന് ഇങ്ങനെ ഒരു ഏരിയ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. ഇത് ഇങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ എന്താ ഇത്ര ഹൈറ്റില്? അത് ചൂട് പറയാൻ വേണ്ടിട്ട് കുറച്ച് ഹൈറ്റ്. അതുപോലെ തന്നെയല്ലേ ഇവിടുത്തെ ട്രോഫികളുടെ കാര്യം. താഴെ നമ്മൾ ട്രോഫി ഉണ്ട്. ട്രോഫി ഉണ്ട്. ഗോൾഡ് പൂശിയത്, ഗോൾഡ് പൂശിയ ട്രോഫിയാണ് ഇത്. ഇത് ബെസ്റ്റ് ഫുട്ബോളർക്ക് കിട്ടിയതാ. ഫുട്ബോളറാണ്, മലപ്പുറത്തെ ഫേമസ് ഫുട്ബോളറാണ് നമ്മുടെ അൻഷിഫിക്ക അല്ലേ? എത്ര പേർക്ക് അറിയാം? ഞാനിത് കണ്ടപ്പോഴാണ് അറിഞ്ഞത്. അതായത് നമ്മള് ഈ ട്രോഫികളൊന്നും നമ്മൾ എന്ത് ചെയ്യാറില്ല, വീടിന്റെ ഫ്രണ്ടിലോ അല്ലെങ്കിൽ ഷെൽഫിലോ വെച്ച് നമ്മൾ സിൽവർ ബട്ടൺ തന്നെ എവിടെ വെച്ചിട്ടുള്ളത് നിങ്ങൾ കണ്ടു. അതായത് നമുക്ക് പ്രശസ്തി ഇഷ്ടമല്ല ഗൈസ്. അതെ, അൻഷിഫിക്കയുടെ 2 ട്രോഫികൾ അതിന് പുറകിലുണ്ട്, പറഞ്ഞിരിപ്പുണ്ട്. അത് മറിച്ചിടല്ലേ, ഇങ്ങോട്ട് മാറുന്നതാണ്. ഈ ട്രോഫി കളയരുത്, എല്ലാ ട്രോഫികളും കൂടി. അതുപോലെ ഇതേണ്ട ഈ ഏരിയ കണ്ടത് കുട്ടികളെ ചാടിക്കോളൂ. വലിയ ആൾക്കാർക്ക് ചാടാൻ പറ്റും, വലിയവർക്കൊക്കെ ചാടാം. ഓള് ചാടാറുണ്ട്. കാരണം ഇത് ദുബായിലൊക്കെ ഉണ്ടല്ലോ ഫ്ലൈറ്റിൽ നിന്ന് ചാടുന്ന ഒരു ഫീല്. വേദിയിൽ അല്പസമയത്തിനകം ആതിര അവതരിപ്പിക്കുന്ന ഇതിനൊക്കെ ഞാൻ അന്യസ്ത്രീയെ ഒന്നിട്ട് പറഞ്ഞാണ്ടൊക്കെ രക്ഷിക്കാൻ വേണ്ടിട്ട് ഇറങ്ങി വരേണ്ടതാണ്. അതിനെനിക്ക് ഒരാളോട് ചോദിക്കണം, കാരണം എന്റെ ഭാര്യക്ക് അതൊന്നും ഇഷ്ടമില്ല ഗൈസ്, അന്യസ്ത്രീകള്. അതെ, ഇവർക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. അത് മറ്റേ നരസിംഹത്തിലുണ്ടല്ലോ, ഞങ്ങൾക്ക് ഒരാളോട് ചോദിക്കണം, അതേപോലെ എനിക്ക് ഒരാളോട് ചോദിക്കണം, എന്റെ പെണ്ണുങ്ങളോട് ചോദിക്കണം. ഞാൻ രക്ഷിക്കട്ടോളെ. ഇന്ത്യ ആതിരന്റെ ഡാൻസ് വേദിയിൽ അല്പസമയത്തിനകം. ഇന്ത്യ ആതിരന്റെ ഡാൻസ് എനിക്ക് തന്നെ ഇവിടെ കറങ്ങണം കേട്ടോ. എനിക്ക് തന്നെ ഇവിടെ ആദ്യമായിട്ടാണ് എയറിൽ നിന്നൊരു ഡാൻസ് ഞാൻ കളിക്കുന്നത്. കറങ്ങണേ, എങ്ങനെ കറങ്ങണം? ബാലൻസ് കിട്ടണല്ലോ എയറിൽ നിന്നിട്ടുള്ള എന്റെ ആതിരക്ക് ഇതില്ല, സ്റ്റെബിലിറ്റി ഇല്ല. അപ്പൊ എന്താണെങ്കിലും ഇത് നല്ല രസമുണ്ട്, നല്ലൊരു അതായത് കിഡ്സിന് വേണ്ടിട്ട് സംഭവം സെറ്റ് ആക്കിയത്. അപ്പൊ കേറുവാണ് ഞാൻ. അവസാനം രക്ഷിക്കാൻ കുഞ്ഞോൾ വേണ്ടി വന്നു. രക്ഷിക്കാൻ പോയതായിരുന്നു ഞാൻ ആതിരനെ കണ്ടപ്പോ അവിടെ കൂടി തിരിച്ചു വരുന്നില്ല. മേത്തെട്ടിയോ? അപ്പൊ ഇല്ലേ ഇവിടെ ഒരു റൂം കൂടി ഉണ്ട്. ഒരു റൂം ഇവിടെ തുറക്കും. ഇത് ഞങ്ങളൊരു സർപ്രൈസ് ആണ്. ഇത് നമ്മുടെ പുതിയ കുട്ടിക്ക് വേണ്ടിട്ട് നമ്മുടെ ടിഷ ബേബി ഇല്ലേ, ടിഷ ബേബിക്ക് വേണ്ടിട്ടുള്ള അതാ ഇവിടെ നോക്കിയാ മതി. ഇതിങ്ങനെ നോക്കിയിട്ടില്ല. ടിഷ ബേബിക്ക് വേണ്ടിട്ട് ഒരുക്കിയ സംഭവം. ബേബിക്കുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ. കണ്ടോ, നോക്കൂ ഗൈസ്, പെൺകുട്ടിയാവാൻ പ്രാർത്ഥിക്കണേ. പാല് കൊടുക്കാന് ഇങ്ങനെ
ഇതിനു വേണ്ടി. ഇതൊക്കെ ഓളാണ് ശരിക്കും ചെയ്യേണ്ടത് കേട്ടോ. കാരണം ഓളെ വയറുമ്പോ ഇപ്പൊ ഇത് നിക്കൂല. ഇവിടെ എല്ലാ കുട്ടി പുറത്തേക്ക് വന്നിട്ടുള്ളൂ. അതുപോലെ ഈ ഒരു വീട് ഇപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം ഒന്ന് കവർ ചെയ്ത് വന്ന റൂമുകളെല്ലാം, ഈ ഒരു വീട് പണിയാൻ വേണ്ടിട്ട് ഇതിന് പിന്നിൽ എന്തെങ്കിലും ഒരു കഥയുണ്ടോ, സ്റ്റോറി എന്തെങ്കിലും? ഞാൻ സത്യം പറഞ്ഞാല് ഒരു വീട് മാറി താമസിക്കണം എന്നുണ്ട്. പക്ഷെ അതിന്റെ ഇടയിൽ ഇവളിങ്ങനെ കുറെ പ്രസവവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫിനാൻഷ്യലി ഞാൻ എന്തായി ഭയങ്കര ലോക്കായി പോയി. ഓരോ നമ്മൾ ഇതിനു വേണ്ടി പ്ലാൻ ചെയ്യുമ്പോഴെല്ലാം കാരണം നമ്മൾ ആ ഫണ്ട് മാറ്റി വെക്കാൻ മിച്ചം വെക്കാൻ കഴിയാത്തൊരവസ്ഥയായി പോയി. അവിടെ വെക്ക് കണ്ടിക്കണേ. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോഴാണല്ലേ പിന്നെ ഞങ്ങളൊരു വീട് പണിയെ കുറിച്ച് ഇവിടെ ഒരു സ്ഥലം കൊടുക്കാണ്ടെന്ന് പറഞ്ഞപ്പോ സ്ഥലമാണ് ആദ്യം വാങ്ങി അല്ലേ. പിന്നെ ഞാൻ സ്ഥലം വാങ്ങി, അതങ്ങനെ തന്നെയല്ലേ, അല്ല സ്ഥലം വാങ്ങാതെ വീട് വെക്കല ആദ്യം. അപ്പൊ അതാണ് അവള് ഉദ്ദേശിച്ചത്. സ്ഥലം നമ്മൾ ആദ്യം വാങ്ങി, ഞങ്ങള് സ്ഥലം വാങ്ങി, പിന്നെ വീട് വെക്കണം എന്നുള്ളൊരു തീരുമാനമൊന്നും ഇല്ലായിരുന്നു. അപ്പൊ തന്നെ പോരണം എന്നുള്ള, കാരണം ഫിനാൻഷ്യലി എന്തായാലും എന്നെ കൊണ്ട് അപ്പൊ സാധിക്കൂല എന്നുള്ളൊരു ഉറപ്പ് എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഭാവിയിൽ നമുക്ക് വീട് വെക്കണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ വെക്കാലോ എന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ച സ്ഥലമാണ് അല്ലേ. പക്ഷെ പിന്നെ ഞാൻ അപ്രതീക്ഷിതമായിട്ട് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി. പിന്നെ അതിൽ നിന്നൊക്കെ എനിക്ക് ഭയങ്കര ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോ ഞാൻ പെട്ടെന്ന് വലിയൊരു പങ്കുണ്ട്. അതെ, യൂട്യൂബിന് നിർണായക പങ്ക്, യൂട്യൂബ് നമ്മളുടെ വീട് പണിയിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. അതെനിക്ക് പറയുന്നതുകൊണ്ട് എനിക്ക് യാതൊരുവിധ കുറച്ചില്ല കേട്ടോ ഗൈസ്. ഐ ആം പ്രൗഡ് ഓഫ് എ യൂട്യൂബർ. സബ്സ്ക്രൈബ് ചെയ്യൂ അൻഷിഫ് മോനിക്ക് യൂട്യൂബ് ചാനൽ. കട്ട് ചെയ്തിട്ടോ സൈന സൗത്ത് പ്ലസ് കട്ട് ചെയ്ത് ഇത് കട്ട് ചെയ്യില്ല, സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ സൈന ചാനലും കൂടി. ഇത് നിങ്ങൾ തന്നെയാണല്ലോ. അതുപോലെ ഈ ഒരു വീട്, അതായത് ഇപ്പൊ വീടെന്നൊക്കെ പറയുമ്പോൾ ഒരു ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം ഇതുപോലൊരു വീടായിരുന്നു സ്വപ്നം കണ്ടതൊക്കെ? ഇതുപോലൊരു വീട് സ്വപ്നം കാണാൻ സാധ്യത കുറവാണ്. വീടെന്ന് ശരിക്കും നമ്മള് കാക്കു പറഞ്ഞ മാതിരി പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. സ്ഥലം വാങ്ങിയിട്ടു, അത് നമുക്കൊരു ഇത് എന്നുള്ളതില് സ്ഥലം വാങ്ങിട്ടു. പിന്നെ പെട്ടെന്ന് യൂട്യൂബ് ഒക്കെ സെറ്റ് ആയപ്പോ അങ്ങനെ പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് ഭയങ്കര ഗൈസ്, ഇവള് പിന്നാലെ ഇങ്ങനെ നടക്കുക എന്നുള്ളതല്ല, ഇവളൊന്നും നിങ്ങള് പറയണില്ല. കാരണം ഇവരെന്തെങ്കിലും ചോദിക്കുമ്പോ ഞാൻ അങ്ങോട്ട് ഉത്തരം പറയും. എന്നിട്ട് ഇവള് പാവാണ്, അങ്ങനെ ഒപ്പം നടക്കും. ഇവക്കൊരു ലൈക്ക് കൊടുക്കട്ടോ ഗൈസ് പോരെ. അതായത് ഈ വീട് വെക്കുക എന്നുള്ളത് ഇപ്പൊ ഓള് പറഞ്ഞ പോലെ തന്നെ ഞങ്ങള് സത്യം പറഞ്ഞാല് ഞങ്ങളെ തറവാട്ടിലായിരുന്നു. ഞാൻ ഇവിടെ തറവാട് വീട്ടിലാണ്. തറവാട്ടിൽ പിന്നെ എല്ലാരും ഉണ്ട്. ഉമ്മ ഉണ്ട്, ഉപ്പ ഉണ്ട്, അനിയനുണ്ട്. അപ്പൊ തറവാട്ടിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇടയ്ക്ക് കച്ചറോടും ഉമ്മാനോടും ഉപ്പാനോടൊക്കെ. നമ്മളിങ്ങനെ ഓരോ കാര്യം പറഞ്ഞിട്ട് ഭയങ്കര പ്രഷറാണ് എനിക്ക്. അപ്പൊ ബാപ്പാനോടും ഉമ്മാനോടൊക്കെ കച്ചറോടുമ്പോ ബാപ്പൊക്കെ ആണെങ്കിൽ ഇറങ്ങി പോയിക്കോറ് ഇവിടുന്ന്. പൊതുവെ വീടുകളിലൊക്കെ ഉമ്മാരും മരുമക്കളും അല്ലേ പ്രശ്നം. എന്റെ വീട്ടിലെ മക്കളും ഉമ്മാരും ഇവരൊക്കെ കമ്പനിയാണ്. ഒരു ഉമ്മയും മക്കളും ഭയങ്കര ഇതാണ്. ഇവരെല്ലാവരും ഇന്നെ നന്നാക്കാനാ നോക്കുക. അതിന് എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ എന്ത് ചെയ്ത്, ഞാൻ ഇറങ്ങി പോവാണ് പറഞ്ഞു. അങ്ങനെ 2-3 പ്രാവശ്യമാണ് ഇറങ്ങി പോയിക്കണേ. രാത്രി 2 മണിക്കൊക്കെ പോവാൻ സ്ഥലമില്ലല്ലോ. അപ്പൊ ഞാന് 2 മണിക്ക് പോയ ഒരു 5 മണി ആകുമ്പോഴേക്ക് ഞാൻ വീട്ടിലേക്ക് കയറും. വേറെ സ്ഥലം. അതേപോലെ ഒരു ദിവസം ഞാൻ ക്വാർട്ടേഴ്സ് ഒക്കെ നോക്കി, ഇതേപോലെ നിൽക്കാൻ പറ്റിയ ഫാമിലിക്കൊക്കെ നിൽക്കാൻ പറ്റിയ. പക്ഷെ എനിക്ക് അവിടുത്തെ ഞാനൊരു നായ്ക്കുട്ടിനെ വാങ്ങി. ഞാൻ അതേപോലെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു ദിവസം ഇതേപോലെ തെറ്റിപ്പോയതാ. വേറെ വീടൊക്കെ നോക്കിയിട്ട് ഇതേപോലെ ഞാൻ ചെറിയൊരു പട്ടിക്കുട്ടിനെ വാങ്ങി. അപ്പൊ അത് നമ്മള് ഹറാമാണ് ഞങ്ങൾക്ക്. വീട്ടിൽ കയറ്റിയില്ല. ബാപ്പ അതിനെ കൊണ്ട് റോട്ടിലിട്ട്. എനിക്ക് ടെൻഷനായി. ഞാൻ അപ്പം ഇറങ്ങില്ലേ, ഇവരൊക്കെ വിളിച്ചിറങ്ങി. എന്നിട്ട് ഞാൻ ഇവിടെ ഒരു ക്വാർട്ടേഴ്സ് പോയി നോക്കി. പക്ഷെ അവിടെ ഗ്യാസിന്റെ അടുപ്പുണ്ട്, ഗ്യാസ് ഇല്ല. അപ്പൊ ഞാൻ ഇവിടുത്തെ 2 കുറ്റി ഉണ്ടല്ലോ ഇവരെടുത്ത്. അപ്പൊ ഒരു കുറ്റി ഞാൻ എനിക്ക് തരുമോ ചോദിച്ചു. അപ്പൊ വാപ്പ പറഞ്ഞു ഓന് 2 കുറ്റിയും കൊടുത്തോളാം, ഓൻ പോയിക്കോട്ടെ, 2 കുറ്റിയും കൊണ്ടേക്കോട്ടെ, 7 ലക്ഷം പോയിക്കോട്ടെ. പക്ഷെ പിന്നെ ആ ഗ്യാസ് പൊട്ടിക്കണതാണല്ല. അതില് അത് ഒക്കെ ചോദിച്ചപ്പോ പിന്നെ മറന്നു ഇവിടെ തന്നെ നിന്നോളിയാണ്. ലാസ്റ്റ് ഞാനും തന്നെ വിചാരിച്ചു വെറുതെ നമ്മളപ്പം പോയി കഴിഞ്ഞാല് വെറുപ്പിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബർക്കത്ത് ഉണ്ടാവില്ല. ആ ഒരു പവറിൽ പോയതായിരുന്നു നട്ടപ്പാതിരിക്ക്. പിന്നെ ഇപ്പോഴും പോകുന്നില്ല. ഇവിടെ എന്റെ എവിടേക്കും ഇറങ്ങി പോരും പറഞ്ഞിരുന്നു. പക്ഷെ വീട്ടിൽ നിന്ന് ഇവിടെ പോയിരുന്നില്ല. ഉമ്മയുടെ പെറ്റല്ലേ, അതുകൊണ്ടാണ്. അതുകൊണ്ടല്ല, ഓളെന്തോ ചോക്കാറ് നാളെ പിന്നെ ഇങ്ങോട്ട് തന്നെ കയറി വരും. അതുകൊണ്ടല്ലേ എന്താ പോരാ ഞാൻ ഇറങ്ങി പോവായിരുന്നു അവിടെ ആയിരുന്നപ്പോ.
ഇറങ്ങി പോവാതെ ഒന്നൊന്നുമില്ല, ആഴ്ചയിൽ 3 ദിവസം. ഞാൻ പോകാന്ന് പറയുമ്പോ ബൈ ദ ബൈ എന്നിട്ട് പിന്നെ തിരിച്ചു വരണല്ലേ. പോവും മറ്റേ റൂമൊക്കെ നോക്കും, ലോഡ്ജൊക്കെ നോക്കും, പിന്നെ തിരിച്ചു വരും. ഇതൊക്കെ ഈ ഒരു വീട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്ലേസ് ഏതാന്ന് ചോദിക്കുക, ഏതാണ് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലം ഈ വീട്ടിലെ? സ്വസ്ഥമായി കിടക്കട്ടെ, അതല്ല ഇവരൊന്നുമില്ല. നെഗറ്റീവ് കമന്റ് പറയുന്നത്. അതായത് ഞങ്ങള് ഇഷ്ടപ്പെട്ട സ്ഥലമല്ല വീട്ടിലെ ബെഡ്റൂം. ഗുഡ്. അതായത് ഏറ്റവും ഒരു മനുഷ്യന് ഏറ്റവും എന്ത് ചെയ്യണം, വേണ്ട ഒരു സ്ഥലമാണ്. നമ്മള് ഞാൻ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ പൈസ ഏറ്റവും എക്സ്പെൻസീവ് സംഭവം ചെയ്തിട്ടുള്ളത് എന്റെ ബെഡിലാണ്. അതായത് ഉറക്കമില്ലാത്തവരുടെ പ്രശ്നങ്ങൾ കൊണ്ട് ഒരു ഭ്രാന്തനായി മാറിയ ആളാണ് ഞാൻ. അതായത് എനിക്ക് ഉറക്കം വളരെ കുറവായിരുന്നു. ഞാൻ പറഞ്ഞില്ല ഇതിനു മുമ്പ് എനിക്ക് ഡിപ്രഷൻ മോഡിലേക്ക് പോയി എന്ന് പറഞ്ഞ ആ സമയത്ത് ഉറക്കത്തിന്റെ വാല്യൂ ഞാൻ മനസ്സിലായി. എനിക്ക് ഉറക്ക ഗുളിക തരും, പക്ഷെ എനിക്ക് ഉറങ്ങാൻ കഴിയില്ല. ഡോക്ടർ പറഞ്ഞു ഒരു പൊട്ട് കൊടുത്താൽ മതിയാണ്, അതിൽ തന്നെ ഉറങ്ങും പറഞ്ഞു. ഞാൻ ഒരു പൊട്ട് കുടിച്ചു, പിന്നെ ഒരു പൊട്ട് കുടിച്ചു. അളിയനൊക്കെ ഉണ്ടായിരുന്നു, ഓല് പറഞ്ഞു ഒരു പൊട്ട് കൊടുക്കാൻ പാടുള്ളൂ. കാരണം ഇപ്പൊ ഉറക്കുളിക അങ്ങനെ കിട്ടൂലല്ലോ. ഡോക്ടർ എഴുതിയാല് പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ ഉറക്കുളിക കിട്ടുള്ളൂ. ഇപ്പൊ പഴയ പോലെ അല്ലല്ലോ. അപ്പൊ ഞാൻ ഒരു പൊട്ട് കുടിച്ചു, ഉറങ്ങണില്ല. പിന്നെ ഒരു പൊട്ടും കുടിച്ചു, ഉറങ്ങണില്ല. 2 എണ്ണം കുടിച്ചു, ഉറങ്ങണില്ല. 3 എണ്ണം കുടിച്ചു, ഉറങ്ങണില്ല. ഞാൻ രാത്രി 2 മണിക്ക് 3 മണിക്കൊക്കെ ഇന്നെ ഉറക്കാറുള്ളത്. അങ്ങനെയാണ് ലാസ്റ്റ് സൂചി അടിച്ചിട്ടാണ് ഇന്നെ ഉറക്കിയത്. മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അന്ന് മനസ്സിലാക്കിയതാണ് ഞാൻ ഉറക്കത്തിന്റെ ആ ഒരു ഇത്. അതുകൊണ്ട് ഞാൻ ഇനിയിപ്പോ കട്ടിലില്ലെങ്കിലും ഏറ്റവും നല്ല ബെഡ് അത് വേണമെന്ന് വിചാരിക്കുന്ന ആളാണ്. അതായത് സ്ലീപ്പിങ്ങിന് ഏറ്റവും നല്ല. ഇപ്പൊ എത്ര മണിക്കൂർ വരെ ഉറങ്ങാറുണ്ട്? ഇപ്പൊ ഞാന് ചിലപ്പോ ഉച്ചക്ക് 11 മണിക്കൊക്കെ എണീക്കുക, നിസ്കരിച്ച് എണീറ്റ് നിസ്കാരം കഴിഞ്ഞിട്ട് വീണ്ടും ചിലപ്പോ കിടക്കും. കുറച്ചേരം കൂടി ഉച്ചവരെ. ഉറങ്ങുന്ന സമയം കുറച്ച് ഡിലേ ആണ്. 2 മണി 3 മണിയൊക്കെ ആവും. കാരണം ഞാൻ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോ അതാണ് അല്ല തെറ്റിദ്ധരിക്കില്ല. ഡെയിലി ഓരോ പ്രൊഡക്ട്സ് വരുന്നുണ്ട്, ഇതിന്റെ എല്ലാം വീഡിയോസ്. അതെ, അതൊക്കെ നമ്മള് ഒരാൾ തന്നെ വേണ്ടേ. കാരണം ഇവർക്കൊന്നും ഇതിന്റെ റിസ്ക്കും കാര്യങ്ങളും അറിയില്ല. ഇനി എനിക്ക് ഒരാഗ്രഹം കൂടി ഉണ്ട്. എന്താണ്? കെട്ടിപ്പിടിക്കാനാ? അല്ല, എനിക്ക് ഈ കണ്ണാടി ഒന്ന് വെച്ച് നോക്കണം. കൃഷ്ണട ഇതിൽ കൂടെ എങ്ങനെയാണ് കാണുന്നത്? അവതരിക്കുന്ന പുതിയ ഐറ്റം കൃഷ്ണട. അതാ ഞാൻ വെക്കുവാണ്. നല്ല രസമുണ്ടല്ലോ. സാന്താക്ലോസിനെ പോലെ സീസണിൽ വെക്കാൻ പറ്റിയ. പക്ഷെ എനിക്ക് ഈ ഗ്ലാസ് ഇല്ലാതെ എന്റെ മുഖം ഞാൻ ഇത് മാറ്റിയപ്പോഴും നല്ല ഗ്ലാമർ ഇല്ല. അത് പക്ഷെ അത് തരൂല. മതി. ഇത് ഇക്കയുടെ തിരിക്കുമ്പോഴാണ് ഭംഗി കൂടുതൽ. എത്ര പേര് പറഞ്ഞിട്ടുണ്ട് ദിലീപിന്റെ ഒരു ഷേപ്പ് ഉണ്ട് എന്നൊക്കെ. ദിലീപിന്റെ നാദിർഷയുടെ ലുക്ക് ഉണ്ട് എന്നുള്ളത് ഞാൻ പറയാറുണ്ട്. ദിലീപിന്റെ പറയാറുണ്ട് കമന്റ് ബോക്സിലൊക്കെ. പച്ചക്കുതിരയിലെ ദിലീപല്ലേ അത് ഈ നോക്കണ്ട. നാദിർഷയുടെ ലുക്ക് ഉണ്ടെന്ന് കുറെ ആളുകൾ പറയാറുണ്ട്. എന്താ പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത അത് കാണോ? നമ്മളെ കേരളത്തിൽ ആദ്യമായി തലയിൽ തീയിട്ട് മുടി മുറിച്ച യുവാവാണ് ഞാൻ കേരളത്തില്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വീഡിയോ കണ്ട് ഞാൻ തെറ്റിപ്പോയിരുന്നു. അതെങ്ങനെ ഒരു തലയിൽ കെട്ടൊക്കെ ആയിട്ട് ഇട്ടിട്ട് തലയിൽ ഫയർ കട്ടിങ്. കേരളത്തിലെ അത് നമ്മള് ദുബായിൽ നിന്ന് നമ്മളൊരു അഫ്ഗാനി തീയൊക്കെ ഇട്ട് തലമുടി കളഞ്ഞ ആളാണ്. കളഞ്ഞല്ല, ഇങ്ങനെ കളഞ്ഞതല്ല, സ്ട്രൈറ്റൻ ചെയ്ത നല്ല മേക്കപ്പ് ചെയ്ത് സുന്ദരനായി വന്ന ആളാണ്. അപ്പൊ ഇനി നമുക്ക് താഴേക്ക് പോയാലോ? ഓ, അപ്പൊ നമ്മളിതാ വീടിന്റെ സിറ്റ് ഔട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. റൂമെല്ലാം കണ്ട്. ഇതെന്താ ഇക്ക വീടിന്റെ സിറ്റ് ഔട്ടിൽ ഒരു പല? ഇത് നമ്മളൊരു പച്ചപ്പിനെ സ്നേഹിക്കുന്ന ആളാണ് ഞാൻ. പച്ചപ്പ് ഹരിതാപയൊക്കെ ഇത്. പക്ഷെ ഇതൊക്കെ മഞ്ഞയായി പോയി. അതുപോലെ ഇതൊരു വെള്ള കളർ വരുന്നുണ്ടോ എന്നൊരു സംശയം. ഒരു പച്ചപ്പ് കുറയുന്നുണ്ടോ എന്നൊരു സംശയം. അത് ജസ്റ്റ് ഒരു ലുക്കിന് വേണ്ടിട്ട് ചെയ്ത സംഭവമാണ്. പിന്നെ നല്ല മുള്ളൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഈത്തപ്പനാണ്. ഇതേ ഈത്തപ്പന ഉണ്ടാവും. പിന്നെ ഇടക്ക് ഗർഭിണി ആവുന്നോണ്ട് നല്ലതല്ലേ ഈത്തപ്പഴം. അതായത് നമുക്ക് ഗർഭിണികൾക്കും നല്ലതാണ്, ഭർത്താക്കന്മാർക്കും നല്ലതാണ് ഈന്തപ്പഴം. എല്ലാവർക്കും നല്ലതാണ്. അതുകൊണ്ടാണ് മുറ്റത്ത് തന്നെ അങ്ങ് വളർത്താൻ. മുറ്റത്തൊരു മുല്ലാറ് മുറ്റത്തൊരു ഈത്തപ്പന. എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ വീട് കാര്യങ്ങളൊക്കെ.
ചെറുതായിട്ട് ലേറ്റ് ആയി വന്നതിൽ വീണ്ടും വീണ്ടും ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. എന്നാലും വരുന്ന നല്ല രീതിയിൽ തന്നെ Guys, എനിക്കില്ല കെട്ടിപ്പിടുത്തം. ഈ ഓളെ കെട്ടി ഞാനും ഓളെ കെട്ടിപ്പിടുക്കാം. അപ്പൊ ഇങ്ങോട്ട് പാകുന്നു. കെട്ടിപ്പിടുത്തായി. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. താങ്ക് യു. എന്തായാലും ഈ ഒരു സമയത്ത്, അതായത് ഞാൻ ഈ ഒരു സമയത്ത് ഇനി ഇന്റർവ്യൂ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ ആ എറണാകുളത്ത് നിന്ന് മലപ്പുറം വരെ വരാനുള്ള ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഞാൻ ഓക്കെ പറഞ്ഞത്. എന്തായാലും താങ്ക് യു. ഇന്നത്തെ ഈ ഒരു വീഡിയോ എങ്ങനെയുണ്ട്? അത് നമ്മള് വീടെല്ലാം കയറി കണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അത് ശരിക്കും നിങ്ങളാണ് അതിനെ കുറിച്ച് ഇത് പറയേണ്ടത്. അതായത് വീടൊക്കെ കണ്ടിട്ട് എന്തായിരുന്നു നിങ്ങൾക്ക് പറയാനുള്ളത്? നല്ല പോസിറ്റീവ് ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഒരുപാട്, അതായത് വേറെ ഒരു വീട്ടിലും കാണാത്ത പല പല സാധനങ്ങൾ നമുക്ക് ഈ വീട്ടിൽ കാണാൻ പറ്റി. വീഡിയോ സ്കിപ്പ് അടിക്കാതെ തന്നെ കണ്ടിരിക്കാനുള്ളതല്ലേ? നിങ്ങൾ ഇനി ഇങ്ങനത്തെ നിരന്തരം നിങ്ങൾക്ക് തമാശകൾ കാണണമെങ്കിൽ അൻഷഫ് മുനിക്കൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. കട്ട് ചെയ്തിട്ടോ അല്ലാതെ നമുക്കിത് ലാഭമാണ് ഗൈസ്. താങ്ക് യു. ഇങ്ങനൊരു വീട് ആരാണ് ആഗ്രഹിക്കാത്തത്? Bait Homes for Kerala's leading tech-enabled home builder.